Hello students, the next topic is discretization and concept hierarchy. നമ്മളിത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കാണ്. ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു സാലറി എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഒരു കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിൻ്റെ സാലറി. അപ്പോൾ അത് സ്റ്റാർട്ടിങ് 5,000 മുതൽ നമുക്ക് ചിലപ്പോൾ 5 lakh വരെ വരാം. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇതിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ മീൻസ് ഈ പറഞ്ഞ സാലറീനെ പല ഇൻ്റർവെൽസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ 5,000 ടു ഇപ്പം 15,000 അല്ലെങ്കിൽ 25,000 ഒരു റേഞ്ച്, ദെൻ 25 to 50,000 ഒരു റേഞ്ച്, 50 to 1 lakh ഒരു റേഞ്ച്, അങ്ങനെ ഓരോ ഇൻ്റർവെൽസ് ആയിട്ട് കട്ട് ചെയ്യും. ദെൻ നമ്മൾ ഈ ആക്ച്വലി വരുന്ന വാല്യൂസ് 5,000 അല്ലെങ്കിൽ 10,000 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാതെ ആ ഒരു റേഞ്ച് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ സാലറി 5,000 ആണെങ്കിൽ 5,000 to 25,000 ഒരാളുടെ സാലറി 15,000 ആണെങ്കിൽ 15,000 എന്ന് പറഞ്ഞ് എഴുതാതെ 5,000 to 25,000 ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതിൽ നമുക്ക് നോർമലൈസേഷനൊക്കെ അപ്ലൈ ചെയ്യാം. സോ അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ആക്ച്വൽ വാല്യൂവിനെ ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പല ഇൻ്റർവൽസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഇൻ്റർവൽ റേഞ്ച് ആയിരിക്കും നമ്മൾ ആക്ച്വൽ വാല്യൂവിന് പകരം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ 3 types ഓഫ് ആട്രിബ്യൂട്ട്സ് വരാം. നോമിനൽ വാല്യൂസ് വരാം. നോമിനൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ അത് അൺഓർഡേർഡ് ആയിരിക്കും. കളർ, പ്രൊഫഷൻ, അങ്ങനെയുള്ള കേസിൽ അത് അൺഓർഡേർഡ് ആയിരിക്കും. ദെൻ ഓർഡിനൽ വാല്യൂസ് വരാം. ഓർഡിനൽ വാല്യൂസ് എന്ന് പറയുന്നതും അത് നോമിനൽ വാല്യൂസ് ആയിരിക്കും, പക്ഷേ അതിനൊരു ഓർഡർ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മിലിറ്ററി അക്കാദമിക് റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര റാങ്ക്സ് വരെ മാത്രമേ പാവൂ, അത് ഏത് വേണമെങ്കിലും വരാം. ദെൻ ന്യൂമറിക്കൽ റിയൽ ഇൻറ്റിജർ വാല്യൂസ് വരാം. ഇനി ഡിസ്ക്രീറ്റൈസേഷൻ വി ആർ പെർഫോമിങ് the dividing the range of a continuous attribute into many intervals. Then these interval labels can then be used to replace the actual data values. ദെൻ ഈ ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യുന്ന വഴി നമുക്ക് ഡേറ്റ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സൂപ്പർവൈസ്ഡും ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസ്ഡ് മീൻസ് ക്ലാസ് ഇൻഫോർമേഷൻ കാണും, അൺസൂപ്പർവൈസ്ഡ് മീൻസ് ക്ലാസ് ഇൻഫോർമേഷൻ കാണില്ല. ദെൻ സ്പ്ലിറ്റ് ആൻഡ് മെർജ് ടെക്നോളജിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ആദ്യം എല്ലാ വാല്യൂസും കാണും, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരും. ദെൻ മെർജിങ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി സ്മോൾ വാല്യൂസ് മാത്രമേ അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ കാണത്തുള്ളൂ, അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ മെർജ് ചെയ്തായിരിക്കും ഫൈനലി എല്ലാ വാല്യൂസും കാണുന്നത്. ദെൻ ഡിസ്ക്രീറ്റൈസേഷൻ വി ക്യാൻ റിക്കേഴ്സീവ്ലി പെർഫോം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് ഡിസ്ക്രീറ്റൈസേഷൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ദാറ്റ് വി ആർ യൂസ്ഡ് ടു പെർഫോം ഡിസ്ക്രീറ്റൈസേഷൻ? ഫസ്റ്റ് എന്ന് പറയുന്നത് ബിന്നിങ് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബിന്നിങ് മെത്തേഡ്. ബിന്നിങ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് ടു ഡൗൺ സ്പ്ലിറ്റ് ചെയ്യാം. ഇനിഷ്യലി നമ്മൾ എല്ലാ വാല്യൂസും കൊടുക്കുന്നുണ്ട്. ദെൻ ആ വാല്യൂസിനെ നമ്മൾ ബിന്നിങ്ങിനകത്ത് പല വേസ് യൂസ് ചെയ്ത് പല പല ബിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ക്ലാസ് ഇൻഫോർമേഷൻ ഇല്ല, സോ അൺസൂപ്പർവൈസ്ഡ്. ദി നെക്സ്റ്റ് ഈസ് ഹിസ്റ്റോഗ്രാം അനാലിസിസ്. ഹിസ്റ്റോഗ്രാം അനാലിസിസും ബിന്നിങ്ങിനെ പോലെ തന്നെയാണ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ കൊടുക്കുന്നതുള്ളൂ. സോ അവിടെയും ടോപ്പ് ടു ഡൗൺ സ്പ്ലിറ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് ഇൻഫോർമേഷൻ ഇല്ല, ദാറ്റ് മീൻസ് അൺസൂപ്പർവൈസ്ഡ്. നെക്സ്റ്റ് ഈസ് ക്ലസ്റ്ററിങ് അനാലിസിസ്. ക്ലസ്റ്ററിങ് അനാലിസിസിൽ നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ആണ്, ക്ലാസ് ഇൻഫോർമേഷൻ ഇല്ല. ഇവിടെ ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് 2 മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അഗ്ലോമറേറ്റീവ് ഉണ്ട്, ഡിവിസീവ് ഉണ്ട്. അതായത് ടോപ്പ് ടു ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യലി നമ്മൾ എല്ലാ വാല്യൂസും കാണും, അതിനകത്തുനിന്ന് പല പല സിമിലർ ആയിട്ടുള്ളതിന് പല പല ക്ലസ്റ്റേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും. അതായത് ഇനിഷ്യലി എല്ലാ ക്ലസ്റ്റേഴ്സും ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലസ്റ്റർ ആയിരിക്കും, പിന്നെ അതിനെ കമ്പൈൻ ചെയ്ത് പോകും. അതൊരു ക്ലസ്റ്ററിങ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിഷ്യലി എല്ലാ വാല്യൂസും ഒരൊറ്റ ക്ലസ്റ്ററിലായിരിക്കും, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും. സോ ടോപ്പ് ടു ഡൗൺ സ്പ്ലിറ്റിങ്ങും ഉണ്ട്, ബോട്ടം ടോപ്പ് മാർച്ചിങ്ങും ഉണ്ട്. ദെൻ ഡിസിഷൻ ട്രീ അനാലിസിസിൻ്റെ കേസ് ക്ലാസ് ഇൻഫോർമേഷനും കൂടെ ഉള്ളതുകൊണ്ട് സൂപ്പർവൈസ്ഡ് ആണ്. ദെൻ അവിടെ ടോപ്പ് ടു ഡൗൺ സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ കോറിലേഷൻ അനാലിസിസും ക്ലാസ് ഇൻഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അൺസൂപ്പർവൈസ്ഡ് ആണ്. ബോട്ടം അപ്പ് മെർജിങ് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ ഡിസ്ക്രിറ്റൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ബിന്നിങ് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ബിന്നിങ്ങിൻ്റെ കേസിൽ നമുക്കറിയാം, നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് തരും, അതിനെ നമ്മൾ പല ബിൻസായിട്ട് ഡിവൈഡ് ചെയ്യും. ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. വൺ ഓഫ് ദ മെത്തേഡ് എന്നുള്ളത് ഈക്വൽ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 to 10 റേഞ്ചിലുള്ളത് ഒരു ബിന്നിൽ, 11 to 20 റേഞ്ചിലുള്ളത് അടുത്ത ബിന്നിൽ. ദെൻ നെക്സ്റ്റ്
21 to 30 എന്ന് പറയുമ്പോൾ അടുത്ത ബിന്നിൽ അങ്ങനെ ഒരു റേഞ്ച് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് 1 to 10 എന്ന് പറഞ്ഞാൽ ഒരു ഈക്വൽ വെഡ്ത്ത്, അല്ലെങ്കിൽ 11 to 20 എന്ന് പറയുന്നത് ആ 10 എന്ന് പറയുന്ന ഈക്വൽ വാല്യൂ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ 1 to 10 വരെയുള്ള ഒന്നിനകത്ത് 11 to 20 വരെയുള്ള അടുത്ത ബിന്നിനകത്ത് അങ്ങനെ കൊടുക്കും. നെക്സ്റ്റ് ഈക്വൽ ഡെപ്ത് അല്ലെങ്കിൽ ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ബിന്നിനകത്ത് 5 വാല്യൂസ് എന്ന് പറയുന്നത് 5 വാല്യൂസ് വരും. ആ 5 വാല്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഏത് റേഞ്ചിലുള്ള വാല്യൂസ് വേണമെങ്കിലും മാറും. ഈക്വൽ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് കൊടുത്തേക്കും, ആ റേഞ്ചിനകത്ത് വരുന്നത് ഒരു ബിന്നിൽ. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈക്വൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിന്നിൽ എത്ര വാല്യൂസ് വേണമെന്ന് കാണും, അത്രയും വാല്യൂസ് മാത്രമേ കാണത്തുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ ബിന്നിങ് ചെയ്യുന്നു. ഈ ബിന്നിങ് വഴി നമ്മൾ ആക്ച്വലി ഒരു ഡിസ്ക്രിറ്റൈസേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ബിന്നിനകത്ത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സാലറിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ പല ബിൻസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബിന്നിലാണെന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പിന്നെ നമ്മളിവിടെ കൊടുക്കുന്നത്. ആക്ച്വൽ ഡേറ്റയ്ക്ക് പകരം ഏത് ബിന്നെന്നുള്ള ഇൻഫർമേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈക്വൽ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ, നമുക്ക് കുറേ ഗിവൻ വാല്യൂസ് തന്നിട്ടുണ്ട്, സോർട്ടഡ് ആണ്. ഈക്വൽ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് 3 ബിൻസിലും ബിൻ 1 to 3യിലും നമ്മൾ 4 വാല്യൂസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ബിൻ മീൻസ് ഉണ്ട്, ബിൻ ബൗണ്ടറീസ്, ഇവിടെ എല്ലാം നമ്മൾ ഈക്വൽ ഫ്രീക്വൻസിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഹൈറാർക്കി. കൺസെപ്റ്റ് ഹൈറാർക്കി മീൻസ് ഇവിടെ കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് നമ്മുടെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസാണ്. ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസാണ് കൺസെപ്റ്റ്. അതിനെ ഹൈറാർക്കിക്കൽ ലെവലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നു, അതാണ് കൺസെപ്റ്റ് ഹൈറാർക്കി. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൺസെപ്റ്റ് ഹൈറാർക്കി വഴി കിട്ടും. So concept hierarchy organizes the concepts, that is attribute values, hierarchically, and it is usually associated with each dimension. Dimension means attribute in a data warehouse. Data warehouse ഓരോ ഡയമെൻഷനും അല്ലെങ്കിൽ ഓരോ ആട്രിബ്യൂട്ടിലും അസോസിയേറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വാല്യൂസിനെ നമ്മൾ ഹൈറാർക്കിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് നമ്മുടെ OLAP ഓപ്പറേഷൻസ്, ഡ്രില്ലിങ്ങും റോളിങ്ങും എല്ലാം കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി തേർഡ് പോയിൻറ്റ്, ഇറ്റ് റിക്കേഴ്സീവ്ലി റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ ഡേറ്റ ബൈ കളക്ടിങ് ആൻഡ് റീപ്ലേസിങ് ദ ലോ ലെവൽ കൺസെപ്റ്റ് ബൈ ഹയർ ലെവൽ കൺസെപ്റ്റ്സ്. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി ലോ ലെവൽ കൺസെപ്റ്റിനെ കുറച്ചും കൂടി ഹൈ ലെവലിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഓരോരുത്തരുടെ ഡയറക്റ്റ് ഏജ് റെപ്രസെൻറ്റ് ചെയ്യാൻ മീൻസ് ഒരു ലോ ലെവൽ കൺസെപ്റ്റാണ്. അതിനെ കുറച്ചും കൂടി ഹൈ ലെവലിലോട്ട് കൺസെപ്റ്റിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും, നമ്മളിവിടെ ചെയ്യുന്ന ഏജിന് യൂത്ത്, സീനിയർ, അഡൾട്ട്, മിഡിൽ ഏജ്ഡ്, അങ്ങനെ പല പല കൺസെപ്റ്റ് കൊടുത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. മനസ്സിലായോ? കൺസെപ്റ്റ് ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൺസെപ്റ്റ്ഫുള്ളായിട്ട് ഹൈറാർക്കിക്കൽ ലെവലിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏജ് എടുക്കുവാണെങ്കിൽ ഏജ് ഒരാൾക്ക് ഇപ്പോൾ 1 to 100 അല്ലെങ്കിൽ എബോവ് അത്ര ഏജ് വേണമെങ്കിലും എഴുതാം, ഇല്ലേ? അങ്ങനെ പല പല വാല്യൂസ് എഴുതാതെ അതിനെ നമ്മളൊരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈറാർക്കിയും കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഏജ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാതെ യൂത്ത്, അഡൾട്ട്, സീനിയർ ആ ഒരു ഏജിൽ കൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഹൈറാർക്കി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഹൈറാർക്കിനെ എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡൊമൈൻ എക്സ്പേർട്സോ അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് ഡിസൈനേഴ്സോ ആയിരിക്കും. ആൻഡ് ദ കൺസെപ്റ്റ് ഹൈറാർക്കി can also be automatically formed for both numerical and nominal data. നോമിനൽ ഡേറ്റയ്ക്ക് നമ്മൾ കൺസെപ്റ്റ് ഹൈറാർക്കി അപ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂമറിക് ഡേറ്റയ്ക്കും കൺസെപ്റ്റ് ഹൈറാർക്കി യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂമറിക് ഡേറ്റയ്ക്ക് കൺസെപ്റ്റ് ഹൈറാർക്കി യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്ക്രിറ്റൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നോമിനൽ ഡേറ്റയിൽ എങ്ങനെയാണ് കൺസെപ്റ്റ് ഹൈറാർക്കി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 4 രീതിയിൽ ചെയ്യാം, 4 പോയിൻറ്റ്സ് പറയാം, 4 വേസ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് specification of partial or total ordering of the attributes explicitly at the schema level by users or experts. യൂസർ അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് ഇത് ഈ ഒരു കൺസെപ്റ്റ് ഹൈറാർക്കി സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ആട്രിബ്യൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ആട്രിബ്യൂട്ട് ലൊക്കേഷൻ എന്നാണെങ്കിൽ ആ ലൊക്കേഷനിൽ വരാവുന്ന വാല്യൂസിന് ഒരു ഓർഡറിങ് കൊടുക്കുന്നു. അതായത് ആദ്യമേ സ്ട്രീറ്റ്സ് വരും, എല്ലാം സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിനെല്ലാം കൂടെ നമ്മൾ പല സിറ്റീസായിട്ട് സിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു 10,000 സിറ്റീസ് സ്ട്രീറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 5,000 അല്ലെങ്കിൽ ഒരു 1,000 സിറ്റി കാണും. ഇനി ആ സിറ്റീനെ സ്റ്റേറ്റായിട്ട് കുറച്ചും കൂടെ ഹൈ ലെവലിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇപ്പം 1,000 സിറ്റീസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 25 സ്റ്റേറ്റ്സ് കാണും. ഇനി ആ സ്റ്റേറ്റ്സിനെ കുറച്ചും കൂടെ ഹൈ ലെവലിലോട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് കൺട്രി. അപ്പം 25 സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു 5 കൺട്രി എന്നുള്ള രീതിയിലാക്കുന്നു.
മനസ്സിലാവുന്നുണ്ടോ? കൺസെപ്റ്റ് ഹൈറാർക്കി വഴി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലോ ലെവൽ കൺസെപ്റ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ കുറച്ചും കൂടെ ഹൈ ലെവലിലോട്ട് ഹൈറാർക്കിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഡേറ്റ മൈനിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് എ ഹൈറാർക്കി ഫോർ എ സെറ്റ് ഓഫ് വാല്യൂസ് ബൈ എക്സ്പ്ലിസിറ്റ് ഡേറ്റ ഗ്രൂപ്പിംഗ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്ട്രീറ്റ്, സിറ്റി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കൺസെപ്റ്റിൻ്റെ പേര് കൊടുക്കാതെ ഡയറക്റ്റ് വാല്യൂവിന് തന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സെറ്റ് ഓഫ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഉബാന, ക്യാമ്പയിൻ, ചിക്കാഗോ ഈക്വൽ ടു ഇല്ലിയാനോസ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂസ് വെച്ചിട്ട് തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. ഹൈറാർക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു, കൺസെപ്റ്റ് ഹൈറാർക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, സ്പെസിഫിക്കേഷൻ ഓഫ് ഓൺലി പാർഷ്യൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ആദ്യമേ ഫുൾ ഓർഡറിങ് പറഞ്ഞു കൊടുത്തു, തേർഡ് കേസിൽ പാർഷ്യൽ ഓർഡറിങ് മാത്രം പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ഫസ്റ്റ് കേസിൽ നമ്മൾ ഒരു ലൊക്കേഷനകത്ത് വരുന്ന വാല്യൂസിനെ എങ്ങനെയാണ് കൺസെപ്റ്റ് ഹൈറാർക്കി വഴി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ള ആ കൺസെപ്റ്റിൻ്റെ മെയിൻ പേര് വെച്ചിട്ട് ഫുൾ ഓർഡറിങ് പറഞ്ഞു കൊടുക്കാം. തേർഡ് പോയിൻറ്റിൽ പാർഷ്യൽ ഓർഡറിങ് പറഞ്ഞു കൊടുക്കാം. സെക്കൻഡ് പോയിൻറ്റിൽ പറയുന്നത് നമ്മളതിനകത്ത് വാല്യൂസ് വെച്ചിട്ടായിരിക്കും കൺസെപ്റ്റ് ഹൈറാർക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഫൈനലി ഓട്ടോമാറ്റിക് ജനറേഷനും ഉണ്ട്. ഓട്ടോമാറ്റിക് ജനറേഷൻ്റെ കേസിൽ നമ്മളിപ്പോൾ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ലൊക്കേഷനകത്തുള്ള വാല്യൂസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ കുറേ ഡിസ്റ്റൻറ്റ് വാല്യൂസ് കിട്ടും. ആ ഡിസ്റ്റൻറ്റ് വാല്യൂസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇത് ഓട്ടോമാറ്റിക് കൺസെപ്റ്റ് ഹൈറാർക്കി ജനറേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണെങ്കിൽ അവിടെ വരുന്ന വാല്യൂസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിലിപ്പം ഒരു 6,74,339 ഡിസ്റ്റൻറ്റ് വാല്യൂസ് വന്നു. അതെല്ലാം സ്ട്രീറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? സിറ്റി എന്ന് പറഞ്ഞ ഒരു ഹൈ ലെവലിലോട്ട് ഓർഗനൈസ് ചെയ്യും. അപ്പം ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായി? 3,567 ഡിസ്റ്റൻറ്റ് വാല്യൂസായി. മനസ്സിലായോ? ആദ്യം നമുക്ക് കുറച്ച് ഇത്രയും 6,00,000 സംതിങ് വാല്യൂസാണ് ലൊക്കേഷനിലുള്ളത്. അപ്പോൾ ഈ സ്ട്രീറ്റ് മാറ്റി നമ്മൾ സിറ്റി ആക്കിയപ്പോൾ അതെന്തായി? 6,00,000 എന്ന് പറയുമ്പോൾ 3,000 സംതിങ് ആയി. ഇനി സിറ്റി മാറ്റി നമ്മൾ സ്റ്റേറ്റ് ആക്കുവാണെങ്കിൽ അത് 300 സംതിങ് ആയി. സ്റ്റേറ്റ് മാറ്റി നമ്മൾ കൺട്രി ആക്കുവാണെങ്കിൽ 15 വാല്യൂസായി, ഇല്ലേ? അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് ഡേറ്റാൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 6,00,000 നിന്ന് കൺസെപ്റ്റ് ഹൈറാർക്കി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി ലോ ലെവൽ കൺസെപ്റ്റിൽ നിന്നും ഹൈ ലെവൽ കൺസെപ്റ്റിലോട്ടും പോയി ഡേറ്റയുടെ സൈസ് എന്ന് പറയുന്നതും 6,00,000 സംതിങ് വാല്യൂസ് ഉണ്ടായിരുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? 15 വാല്യൂസിലോട്ട് കൺവേർട്ട് ചെയ്തു. മനസ്സിലായി? ഇതാണ് കൺസെപ്റ്റ് ഹൈറാർക്കി. കൺസെപ്റ്റ് ഹൈറാർക്കി വഴി ആക്ച്വലി പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. ലോ ലെവൽ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഹൈ ലെവൽ കൺസെപ്റ്റിലോട്ട് പോകുന്നു. അപ്പോൾ ലോയിൽ നിന്ന് ഹൈയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആക്ച്വൽ ഡേറ്റാൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ നമ്മൾ കൺസെപ്റ്റ് ഹൈറാർക്കി അപ്ലൈ ചെയ്യേണ്ടതെന്ന് യൂസേഴ്സ് അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് ഡിസൈനേഴ്സ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്ന പല രീതിയിൽ സ്പെസിഫൈ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ ഫുൾ ഓർഡറിങ് പറഞ്ഞു കൊടുക്കാം, പാർഷ്യൽ ഓർഡറിങ് പറഞ്ഞു കൊടുക്കാം, വാല്യൂസിന് തന്നെ നമ്മൾ ഓർഡറിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസറായിട്ട് ഡിസ്ക്രിറ്റൈസേഷനും കൺസെപ്റ്റ് ഹൈറാർക്കിയും ചോദിക്കുവാണെങ്കിൽ നോട്ടിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വെച്ച് ഇത് മാത്രം എഴുതിയാലും മതി. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നോട്ട് വായിക്കണം. ഓക്കെ, താങ്ക് യു.